ഹരേ കൃഷ്ണ. തുളസീദാസന് ശ്രീരാമദേവൻ ദർശനം കൊടുക്കുന്ന കഥാഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ശ്രീരാമദേവനെയും പ്രതീക്ഷിച്ചുകൊണ്ട് തുളസീദാസൻ ആശ്രമമുറ്റത്ത് കാത്തുനിന്നു. സമയം സന്ധ്യയായി. ആശ്രമ പരിസരം മുഴുവൻ സങ്കീർത്തനത്താൽ മാറ്റൊലിക്കൊണ്ടു. ആ സമയത്ത് ശ്രീരാമചന്ദ്രദേവൻ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേതനായി ആശ്രമമുറ്റത്ത് പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് സന്തുഷ്ടരായ ഭക്തന്മാർ ഹരേ രാമ രാമരാമ എന്നുറക്കെ ജപിച്ചുകൊണ്ട് ആനന്ദ നിർവൃതിയിലാറാടി. തുളസീദാസൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും സീതാദേവിയുടെയും ഭരതലക്ഷ്മണന്മാരുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭക്തി പുരസ്സരം കൈകൂപ്പി നിന്നു. അപ്പോൾ ശ്രീരാമദേവൻ തുളസീദാസനോട് അരുളി ചെയ്തു, തുളസീദാസ, നിന്റെ ഉത്തമമായ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ നിന്റെ സംഭാവന മഹത്തായി തീരുന്നതാണ്. ജനഹൃദയങ്ങളിൽ അനശ്വരമായി നിലകൊള്ളുന്നത് പോലെ രാമകഥ ഹൃദ്യമായും സരളമായി രചിക്കൂ. നമ്മുടെ നാമം നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തശ്രേഷ്ഠനായ നിന്റെ നാമവും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് തുളസീദാസൻ പറഞ്ഞു, മഹാപ്രഭു, ഈയുള്ളവൻ അതേക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഇത്തരത്തിലൊരു സാഹസ സംരംഭത്തിനുള്ള ജ്ഞാനം ഈ അജ്ഞനായ ഇവനില്ല. അവിടുത്തെ തിരുനാമങ്ങൾ മാത്രം ജപിക്കുവാൻ ശീലിച്ചിട്ടുള്ള അടിയൻ എങ്ങനെയാണ് അവിടുത്തെ മഹാകഥ പുണ്യപുരാണമായി രചിക്കുന്നത്? തുളസീദാസൻ തെല്ല് സംശയത്തോടെയാണ് അത് ചോദിച്ചത്. ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു, തുളസീദാസ, നീ ദുഃഖിക്കേണ്ട. നിനക്ക് സഹായത്തിനായി വ്യാകരണ പണ്ഡിതനും നമ്മുടെ ഭക്തനുമായ ശ്രീ ഹനുമാൻ ആഗതനാകുന്നതായിരിക്കും. നിനക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കുമാറാകട്ടെ എന്ന് സീതാരാമന്മാരും സഹോദരങ്ങളും അനുഗ്രഹിച്ചിട്ട് അന്തർധാനം ചെയ്തു. ശ്രീരാമചന്ദ്രന്റെ കൽപ്പന പ്രകാരം ശ്രീരാമചരിതമാനസം എന്ന പുണ്യകാവ്യം ഹിന്ദി ഭാഷയിൽ തുളസീദാസൻ രചിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ഹനുമാൻ ജ്ഞാനരാമായണ കഥ ഉപദേശിച്ചു കൊടുത്തു. ഭക്തിരസം തുളുമ്പുന്ന തുളസീദാസന്റെ രാമകഥാമൃതം പിൽക്കാലത്ത് തുളസീദാസ് രാമായണം എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചു. ഹരേ കൃഷ്ണ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.